സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളിൽ പകുതിയിലധികവും നഷ്ടത്തിലാണ്. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകളിൽ 54 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 34 എണ്ണവും നഷ്ടത്തിലാണ്. വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി നൽകിയ വിവരാവകാശ മറുപടിയിലാണ് നഷ്ടക്കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട ഇരുമനത്തെ ട്രാക്കോ കേബിൾ ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരുന്നു. കഴിഞ്ഞ നവംബറിൽ ട്രാക്കോ കേബിൾ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും പ്രതിഷേധം അലയടിച്ചിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്താണ് ചിത്രം വ്യക്തമാകുന്നത്? വീണ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ ലാഭത്തിലാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ സർക്കാർ ഇടപെടലുകൾ നടത്തുന്നു, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു എന്നെല്ലാം പറയുമ്പോൾ തന്നെയാണ് പകുതിയിലേറെ പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിൽ പോകുന്നു എന്ന് കൃത്യമായ കണക്കുകൾ സഹിതം വ്യക്തമാകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മലബാർ സിമൻറ്റ് പോലത്തെ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ, ലാഭത്തിൽ പോകാൻ സാധ്യതയുള്ളതായി കൽപ്പിക്കുന്ന അത്തരം സ്ഥാപനങ്ങൾ പോലും നഷ്ടത്തിലാണ്. കയർഫെഡ് നഷ്ടത്തിലാണ്, സീതാറാം ടെക്സ്റ്റൈൽസ് നഷ്ടത്തിലാണ്. ഈ രീതിയിൽ ഹാൻഡെക്സ്, ഹാൻഡ്വീവ്, ഇത്തരത്തിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നഷ്ടത്തിൽ പോകുന്നു. എന്നാൽ ഇതിനെയെല്ലാം ലാഭത്തിലാക്കാൻ സർക്കാർ കോടികൾ ചെലവഴിക്കുന്നതായി കണക്കുകൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ ലക്ഷ്യത്തിലെത്തുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ഏതാനും സ്ഥാപനങ്ങൾ മാത്രമാണ് കൃത്യമായും ഒരു നല്ല ലാഭത്തിൽ പോകുന്നു എന്ന് പറയുന്നത്. കരിമണൽ മറ്റും നടത്തുന്ന KMML പോലുള്ള ചില സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിലുള്ളത്. അത് ആര് നടത്തിയാലും ലാഭത്തിൽ പോകുന്ന സ്ഥാപനങ്ങളാണ്. അത്തരം സംസ്ഥാന കയർ കോർപ്പറേഷൻ ലാഭത്തിൽ പോകുന്നു എന്നത് ഇതിൻ്റെ ഇടയിൽ എടുത്തു പറയാവുന്നതാണെങ്കിൽ കൂടിയും ബാക്കി പലതും അതിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് KSDP പോലുള്ള മരുന്ന് നിർമ്മാണ സ്ഥാപനങ്ങൾ, അത് സർക്കാർ തന്നെ വലിയ രീതിയിൽ മരുന്ന് അവിടെ നിന്നും ഏറ്റെടുക്കുന്നു. അത്തരം സാഹചര്യങ്ങളിലുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിൽ പോകുന്നത്. ബാക്കി സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ നഷ്ടത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പനത്ത് പ്രവർത്തിക്കുന്ന ട്രാക്കോ കേബിൾ, അവിടെ ശമ്പളം പോലും മുടങ്ങിയ സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ജീവനക്കാർ പണിമുടക്കുമായി വരുന്നത്. അതിനിടയിൽ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഇപ്പോഴും അവിടെ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും വ്യവസായ മന്ത്രി രാജീവ് ഇതിനെയെല്ലാം ലാഭത്തിലാക്കുന്നു, ഇത്തരം പ്രതിസന്ധികൾ ഇല്ല എന്ന് പറയുന്നു. ആ ഒരു ജീവനക്കാരൻ്റെ ആത്മഹത്യയിൽ പോലും പറഞ്ഞത് അത്തരം ഒരു പ്രതിസന്ധി അവിടെ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ അവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യം. ഇത്തരത്തിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനമാണ് വ്യവസായ വകുപ്പ് സ്വീകരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ഇതിനെ ഒരു തരത്തിലും ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രാപ്തി ഇന്ന് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്ന് തന്നെ ഈ കണക്കുകൾ കൂടി നമുക്ക് കണക്കാക്കുമ്പോൾ എടുത്തു പറയേണ്ടി വരും. വീണ, ശരി സുധീഷ്.